നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 9 എക്സിറ്റ് പോൾ റിസൾട്ടുകളാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആഞ്ഞടിച്ചിട്ടില്ല എന്നുള്ളത് ഈ എക്സിറ്റ് പോളിന്റെ റിസൾട്ടിൽ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കൂ. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, മിക്കവാറും ഇടതു ഭരണം തന്നെ തുടരാനാണ് വലിയ സാധ്യത. എക്സിറ്റ് പോളുകളിലൊക്കെ ഏകദേശം എല്ലാം തന്നെ UDF അധികാരത്തിലെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ UDF അവകാശപ്പെടുന്നത് പോലെ ഒരേ ഒരു എക്സിറ്റ് പോൾ റിസൾട്ട് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതായത് ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 78 to 90 വരെ സീറ്റ് UDFന് കിട്ടുമെന്ന് പറയുന്നത്. ബാക്കിയുള്ള 8 എക്സിറ്റ് പോൾ റിസൾട്ടുകളിലും വളരെ കുറഞ്ഞ രീതിയിൽ തന്നെയാണ്. അതായത് ഈ എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് എടുത്തിട്ട് ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു 70 to 75, ഇതിലപ്പുറം ഒന്നും എത്തിയിട്ട് ഒരു 72 to 75, 76 ഇതിലപ്പുറമൊന്നും ലഭിച്ച് UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളുടെ റിസൾട്ടിൽ വളരെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, BJPക്ക് 7 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ളത് വ്യക്തമായിട്ട് എക്സിറ്റ് പോൾ റിസൾട്ടുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ടൈംസ് നൗ JVC ആണ് 7 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. അതും ഒരു ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ 4 സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ വിളിച്ചു പറയാനുള്ള ഒരു കാരണം ഞാൻ ഇവിടെ അത് തെളിവായിട്ട് തന്നെ കൊടുക്കാം. 2021 ഒരു എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തയാണ്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. ബാലുശ്ശേരിയിൽ UDFനായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടി 1% വോട്ടിന്റെ മേൽക്കൈയോടെ അട്ടിമറി മുന്നേറ്റം നടത്തുമെന്ന പ്രവചനമാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഫലസൂചന. നിങ്ങൾ കേട്ടില്ലേ? അതായത് 2021 എക്സിറ്റ് പോൾ റിസൾട്ട് പുറത്തു വന്ന സമയത്ത് വ്യക്തമായിട്ട് മനോരമ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞത് ബാലുശ്ശേരിയിൽ ധർമ്മജൻ ബോൾഗാട്ടി വിജയിക്കുമെന്നും. യഥാർത്ഥത്തിൽ റിസൾട്ട് വന്ന സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചത് 20,372 വോട്ടുകൾക്കാണ്. അതായത് എക്സിറ്റ് പോളിൽ പറയുന്നു ധർമ്മജൻ ബോൾഗാട്ടി ജയിക്കും. അതേ സമയത്ത് റിസൾട്ട് വന്ന സമയത്ത് ഇടത് സ്ഥാനാർത്ഥി 20,000-ലധികം വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിച്ചു. അതിന് മറ്റൊരു ഉദാഹരണമാണ്. നിങ്ങളൊന്ന് കേട്ടു. പാലക്കാട് ജില്ലയും കേരളവും ഉറ്റുനോക്കുന്ന തൃത്താലയിൽ LDFിലെ MP രാജേഷിനേക്കാൾ 6.2% വോട്ടുകളുടെ വ്യത്യാസത്തോടെ UDFിലെ VT ബൽറാം രാഷ്ട്രീയ മുന്നേറ്റം നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. നിങ്ങൾ കേട്ടില്ലേ? അതായത് പാലക്കാട് തൃത്താലയില് VT ബൽറാം വിജയിക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ 2021 എക്സിറ്റ് പോളിൽ വിളിച്ചു പറഞ്ഞിരുന്നു. അത് മാത്രമാണ്, മറ്റൊന്നുകൂടി. താനൂരിൽ UDFിലെ PK ഫിറോസ് അട്ടിമറി സാധ്യതയുള്ള മുന്നേറ്റം നടത്തുമെന്ന പ്രവചനമാണ് എക്സിറ്റ് പോൾ സർവേ നടത്തുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഈ പറയുന്ന KT ജലീൽ പരാജയപ്പെടും. അങ്ങനെ എത്ര സീറ്റുകളിൽ ഇടത് പരാജയപ്പെടുമെന്നും UDF വിജയിക്കുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ച് 2021 യഥാർത്ഥത്തിലെ റിസൾട്ട് വന്ന സമയത്ത് വ്യക്തമാക്കിയിട്ട് ഇടത് ഭരണമങ്ങ് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ കേരളത്തിൽ കിണഞ്ഞ് പരിശ്രമിച്ച് UDFന് അധികാരത്തിലെത്തിക്കാൻ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഹരിയാന ഇലക്ഷനിൽ ഉൾപ്പെടെ ഹരിയാന റിസൾട്ടിലൊക്കെ എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? എക്സിറ്റ് പോളിൽ പറയുന്നു BJP പരാജയപ്പെടൂ. റിസൾട്ട് വന്ന സമയത്ത് വീണ്ടും BJP ഹരിയാനയിൽ അധികാരത്തിലെത്തിയത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടു. അങ്ങനെ എത്ര എക്സിറ്റ് പോളുകൾ 8 നിലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏറെക്കുറെ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു റിസൾട്ട് സംസ്ഥാന ഇന്റലിജൻസ് തന്നെ വ്യക്തമാക്കി വിളിച്ചു പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസ് ആണ് ഇടത് ഭരിക്കുന്നത് കൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് പറയണമെന്ന് യാതൊരു കാര്യവുമില്ല. കാരണം മറ്റൊന്നല്ല, UDF വരുമെന്ന് പറഞ്ഞ് UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ഉണ്ടോ?
എന്നാൽ സംസ്ഥാന ഇന്റലിജൻസ് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു LDF ഭരണ തുടർച്ചയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് 74 to 75 സീറ്റുകൾ ലഭിക്കും. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. മാത്രമല്ല BJPക്ക് മഞ്ചേശ്വരം, പാലക്കാട് നിയമ സീറ്റുകളിൽ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വളരെ വ്യക്തമായിട്ട് സംസ്ഥാന ഇന്റലിജൻസ് വിളിച്ചു പറയുന്നുണ്ട് ഇടത് സർക്കാർ തുടരുമെന്ന്. ഇതൊരു ഇടത് സർക്കാരിനെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിൽ നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസ് ഒക്കെ എന്ത് പുണ്ണാക്കിന് പറ്റുമെന്നുള്ളതും നമുക്ക് റിസൾട്ടിന് ശേഷം ചർച്ച ചെയ്യാവുന്നതാണ്. എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും 75 സീറ്റിലേക്കൊക്കെ UDF എങ്ങനെ എത്തും? ഇപ്പൊ എത്രയാണ് സീറ്റ് ഉള്ളത്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു മലക്കം മറിച്ചിൽ പല രീതിയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന് മീഡിയ1 ചാനൽ പോലും വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം അപകടമാണ് നമ്മുടെ കേരളത്തിൽ വന്നെത്തുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നും കാണാം. മറ്റൊരു വലിയ റിസൾട്ട് എന്ന് പറയുന്നത് BJP വലിയ മുന്നേറ്റം തന്നെയാണ് എക്സിറ്റ് പോൾ റിസൾട്ടുകളിലും വളരെ വ്യക്തമാക്കുന്നത്. ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളുടെ ഒരു ശരാശരി എടുത്താൽ 4 സീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതായത് ഒരു സീറ്റും കിട്ടില്ല, 0 ഇടതും വലതും കേരളത്തിൽ നിരന്തരം വിളിച്ചു പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ പ്രമുഖ മാധ്യമങ്ങൾ ഗതികെട്ട് എക്സിറ്റ് പോളിൽ ഇത്ര കാണുന്നു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് ഇപ്പോ വിളിച്ചു പറയുന്നത്. ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, വലിയ റിസൾട്ടിലേക്ക് BJP കേരളത്തിൽ എത്താൻ പോകുന്നു. നേമം, അതേപോലെ തന്നെ കഴക്കൂട്ടം, അതേപോലെ തന്നെ പാലക്കാട്, അതേപോലെ തന്നെ മഞ്ചേശ്വരം, അതേപോലെ തന്നെ തൃശ്ശൂർ, ഇതൊക്കെ വലിയ 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 റിസൾട്ട് കേരളത്തിൽ BJP ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. 2021 ഇലക്ഷൻ റിസൾട്ടിന്റെ എക്സിറ്റ് പോളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു സമയത്തും BJPക്ക് ഇത്രത്തോളം മുന്നേറ്റം എന്നൊന്നും എക്സിറ്റ് പോളിൽ പോലും ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ 2026 എക്സിറ്റ് പോളുകളുടെ ചർച്ച നടക്കുമ്പോ BJPക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ വ്യക്തമാക്കാൻ സാധിക്കും BJP കേരളത്തിൽ മറ്റേതൊരു പാർട്ടിയെക്കാളും വലിയ രീതിയിൽ BJP കേരളത്തിൽ വളരുന്നു എന്നുള്ളതിന്റെ റിസൾട്ടാണ് ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്നതോട് കൂടിയിട്ട് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഞാൻ എടുത്തു പറയുന്നു, സംസ്ഥാന ഇന്റലിജൻസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ വ്യക്തമാണ് ഇടത് തന്നെയാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. UDF ഒരു 70 75 ഈ സീറ്റിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ, 75ലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തില് എത്രത്തോളം വലിയ മലക്കം മറിച്ചില് ഇവിടെ നടന്നു എന്നുള്ളതും വലിയ ഗൗരവത്തിൽ നമ്മുടെ കേരളം അപകടത്തിലേക്കായി എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഇവിടെ UDF ആണ് അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതിൽ. അങ്ങനെ UDF അധികാരത്തിലെത്തിയാൽ നമ്മുടെ നാടൊക്കെ ഒരു അപകടത്തിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.